സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്രൻ തந்த ക്രിസ്തുയായി തീരട്ടെ. ഉള്ള എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ തമ്പുരാൻ കേൾക്കാത്തെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ കണ്ടുമുട്ടാറുണ്ട്. അവർ കയറി ഇറങ്ങാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല, അവർ കഴിക്കാത്ത നേർച്ചകളില്ല, അവർ കൂടാത്ത ധ്യാനങ്ങളില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാത്തത്? എന്നെ കേൾക്കുന്ന നിങ്ങൾ പലർക്കും ഇതേ അനുഭവമാണ്. ഇതുപോലെ എത്രയോ ശുശ്രൂഷകൾ നിങ്ങൾ കൂടിയിരിക്കുന്നു, എത്രയോ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നു. ഒന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. കർത്താവിന്റെ ഒരു വചനം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. കർത്താവ് പറഞ്ഞു, നീ നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല എങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കുകയില്ല. കുരിശിൽ മരിക്കുന്നതിന് മുൻപ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എത്ര മനോഹരമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, നീ ഇവരോട് പൊറുക്കണമേ. ഒരുപക്ഷെ കർത്താവിന്റെ രക്ഷാകരമായ ബലിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ശത്രുക്കളോട് കാണിച്ച വലിയ കരുതലും വിടുതലുമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും എനിക്കും അർഹിക്കുന്ന അനുഗ്രഹങ്ങൾ വന്നു ചേരാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാനും നിങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന വെറുപ്പ്, പക, അസൂയ, ശത്രുത. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെ അവസ്ഥകളിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശിരസ്സുകളെ നമിക്കുക, കരങ്ങളെ കൂപ്പുക. ശത്രുക്കളോട് പൊറുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ശത്രുക്കളോട് പൊറുത്തുകൊണ്ട് ഞങ്ങൾക്ക് മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന കോപത്തിന്റെ, ശത്രുതയുടെ, പകയുടെ, അസൂയയുടെ, അഹങ്കാരത്തിന്റെ ഈ വലിയ തിന്മയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവേ, പൗരോഹിത്യത്തിന്റെ കൈവെപ്പിലൂടെ അപ്പസ്തോലന്മാർക്ക് നീ കൈമാറ്റം ചെയ്ത എന്റെ രക്ഷാകരമായ വരദാനങ്ങളുടെ നിധി നിക്ഷേപങ്ങൾ ഉപയോഗിച്ച് നിന്റെ മഹത്വത്തിന്, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ നാമത്തിന് ഞാൻ നൽകുന്ന ഈ ആശീർവാദത്തെ നീ കൈക്കൊള്ളണേ. അങ്ങനെ തിന്മയുടെ സർവാധിപത്യത്തിൽ നിന്നും നിന്റെ മക്കള് മോചിതരാകാൻ ഈ ആശീർവാദം കാരണമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്ത് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. 119 സങ്കീർത്തനം 18 തിരുവചനം ദൈവത്തിന്റെ വചനം ഇപ്രകാരം അവിടെ പ്രഖ്യാപിക്കുകയാണ്: കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. എന്തുമാത്രം കൃപ നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. കർത്താവിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ, ദൈവവചനത്തിന്റെ പൊരുളുകൾ വേണ്ട വിധം നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് തന്നെ നമ്മുടെ ആത്മാവിന്റെ കണ്ണുകളെ തുറക്കണം. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിച്ചാരാധിക്കാനായിട്ട് ഒരുങ്ങാം. സാധിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് ഒരുങ്ങുകയാണ്. കരങ്ങൾ ശക്തിയോടെ അടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി
അത്യുന്നത ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ എത്ര പേര് ശക്തി, ആഗ്രഹിക്കുന്നുണ്ട്? അത്യുന്നത ശക്തി, ചേർന്ന് പാടിയേ. പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവേ എന്നിൽ നിറയട്ടെ, ഉഹാരബബബബ. സഭയിൽ നിറയട്ടെ, ഓരോ വ്യക്തികളിലും ഓരോ കുടുംബങ്ങളിലും സഭാസമൂഹങ്ങളിലും കേരള സഭയിൽ, ഭാരത സഭയിൽ, ആഗോള സഭയിൽ പരിശുദ്ധാത്മാവേ സ്വർഗീയ അഗ്നിയായി കത്തിപ്പടരുക. സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. എല്ലാവരും സ്ത്രീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. അഭിഷേകക്കാറ്റായി വീശണമേ. രോഗശക്തിയെ തകർത്തിടാൻ, ശാപശക്തിയെ തകർത്തിടാൻ, രോഗശക്തിയെ തകർത്തിടാൻ, ശാപശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എല്ലാവരും അഭിഷേകത്താൽ കരങ്ങൾ ഉയർത്തിയടിച്ച് സ്വരമുയർത്തി പാടുന്നു. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. സ്വരമുയർത്തേ. നിറയട്ടെ, നിറയട്ടെ. പരിശുദ്ധാത്മാവേ, കുഞ്ഞുങ്ങൾ അഭിഷേകം ചെയ്യുക, യുവജനങ്ങൾ അഭിഷേകം ചെയ്യുക, ദമ്പതികൾ അഭിഷേകം ചെയ്യുക. എല്ലാവരും ശക്തിയോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടുന്നു. ഓരോ വ്യക്തികളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും സ്വർഗീയമായി കത്തിപ്പടരുക. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധി ഉയർത്തിപ്പിടിച്ച് ഈ ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. ലോകം മുഴുവനിലും, ആഗോള സഭ മുഴുവനിലും, ലോക ജനതകളിൽ, ജനപദങ്ങളിൽ, ജനകോടികളിൽ, കുഞ്ഞുങ്ങളിൽ, യുവജനങ്ങളിൽ, ദമ്പതികളിൽ, ബഹുമാനപ്പെട്ട വൈദികരിൽ, സമർപ്പിതരിൽ, എല്ലാ തൊഴിൽ മേഖലകളിൽ ഉള്ളവരിൽ പരിശുദ്ധാത്മാവ് സ്വർഗീയ അഗ്നിയായി കത്തിപ്പടരുവാൻ, സഭ മുഴുവൻ സ്വർഗീയ അഗ്നിയായി ആത്മാവ് കത്തിപ്പടരുവാൻ ആഗ്രഹിച്ച മക്കളെ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഈ സ്തുതി ആരാധനയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനകോടികളിലേക്ക് വരിക. The Holy Spirit move. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവേ, വചനം അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, വചനത്താൽ ഞങ്ങളെ നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ സ്തുതി ആരാധന പങ്കെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളെ പരിശുദ്ധാത്മാവെ കരം നീട്ടി അഭിഷേകം ചെയ്യണമേ. അനോയ് അനോയ് അനോയ്. സകല കെട്ടുകളും അഴിയുന്നു, സകല ബന്ധനങ്ങളും പകരുന്നു, എല്ലാ മുഖങ്ങളും ഒടിയുന്നു, ഹൃദയത്തിന്റെ ഭാരങ്ങൾ നീങ്ങുന്നു, ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. അഭിഷേകം നിറയട്ടെ. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ തേജസ് ഞങ്ങളെ ആവരണം ചെയ്യട്ടെ. ഓ ഹാലലുയ, 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 ഹാലലുയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. വചനത്തിന്റെ അഗ്നിയായി ഞങ്ങളിൽ കത്തിപ്പടരുക, വചനത്തിന്റെ അഭിഷേകമായി ഞങ്ങളിൽ നിറയുക, വചനത്തിന്റെ ശക്തിയായി ഞങ്ങളിൽ വെളിപ്പെടുക. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഓ പൊന്നുപരിശുദ്ധാത്മാവേ, കർത്താവിന്റെ വചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിന് മുൻപിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുവചനത്തിലൂടെ ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശം, വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വചനത്തിൽ കർത്താവ് തന്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ഓരോരുത്തരും ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ തൊഴിൽ മണ്ഡലങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ എല്ലാം വിശുദ്ധീകരിക്കുവാനുള്ള ശക്തി ദൈവവചനത്തിനുണ്ട്. കാരണം ദൈവം വചനമാണ്, വചനം യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 നമുക്ക് കാണാൻ കഴിയും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അപ്പൊ ആരാ വചനം? യേശു ക്രിസ്തുവാണ് വചനം. എപ്രകാരമാണ് ദൈവത്തിന് വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17:17 യേശുവിന്റെ മനോഹരമായ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ യേശു പ്രകാരം പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്, അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനയിൽ നമ്മളെ എല്ലാം കർത്താവ് കാണുകയായിരുന്നു. നമ്മെ നോക്കിക്കൊണ്ട് കർത്താവ് ഇത് പറഞ്ഞത്, അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. അപ്പോൾ സത്യം ദൈവത്തിന്റെ വചനമാണ്. വചനം എപ്രകാരമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തെ നമ്മൾ ശുദ്ധീകരിക്കാൻ കഴിയുന്നത്? ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വചനത്തിൽ അവിടെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, എന്റെ വചനം അഗ്നി പോലെയല്ലേ? കർത്താവ് ചോദിക്കുകയാണ്, എന്റെ വചനം അഗ്നി പോലെയല്ലേ? ദൈവവചനത്തിന്റെ വലിയൊരു സവിശേഷത, ദൈവത്തിന്റെ വചനം അത് ഫയറാണ്, അഗ്നിയാണ്, സ്വർഗത്തിലെ തീയാണ് വചനം. സങ്കീർത്തനം 29:7 നമുക്കിത് തന്നെ കാണാൻ പറ്റും. അവിടെ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക, കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവ് സംസാരിക്കുമ്പോൾ, കർത്താവിന്റെ വചനം വെളിപ്പെടുമ്പോൾ സ്വർഗത്തിലെ തീ വെളിപ്പെടുന്നു, സ്വർഗത്തിൽ അഗ്നി വെളിപ്പെടുന്നു, അത് അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം, ദൈവമക്കളെ, അത് ഫയറാണ്, അഗ്നിയാണ്. ഈ അഗ്നി നമ്മുടെ മേൽ പതിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, വചനത്തെ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴൊക്കെ അഗ്നിയായി നമ്മളെ ഇത് വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക, നമ്മളിത് വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു സംഭവം, നാളുകൾക്ക് മുൻപ് തൃശ്ശൂർ അതിരൂപതയുടെ മതബോധന കേന്ദ്രമായ DBCLC 5 ദിവസത്തെ ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റ് നടക്കുകയാണ്. ഈ ധ്യാനത്തിന് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നതായിട്ട് ഓർക്കുക. ഇവന്റെ പ്രത്യേകത, ഒരുപാട് പാപത്തിന്റെ അടിമത്തങ്ങൾ ഇവനിലുണ്ടായിരുന്നു. മദ്യപാനവും അതുപോലെ തന്നെ മ്ലേച്ഛതയും ഈ ലോകത്തിന്റെ ഒരുപാട് സ്വാധീനങ്ങളാൽ അവൻ ബന്ധിതനായിരുന്നു. ധ്യാനത്തിന് 2ാമത്തെ ദിവസം പ്രാർത്ഥിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ കർത്താവിന്റെ വചനം കേൾക്കുവാനോ ഒന്നും സാധിക്കാതെ അവൻ വളരെ അസ്വസ്ഥനായിരുന്നു. എന്നാൽ കുംഭസാരം എന്ന കുദാശ കഴിഞ്ഞു, അല്പസ്വല്പം അവന് സ്വാതന്ത്ര്യത്തോട് വരാൻ തുടങ്ങി. 4ാം ദിവസത്തെ തിരുവചന ശുശ്രൂഷകളിലൂടെയെല്ലാം കർത്താവിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു. ദൈവത്തിന്റെ വചനം ജെറമ്യ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചു, എന്റെ വചനം അഗ്നി പോലെയല്ലേ? ഈ വചനം അഗ്നിയായ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ കത്തിപ്പടർന്നു. വർഷങ്ങളായി അവന്റെ ആത്മാവിൽ വേര് പിടിച്ചു കിടക്കുന്ന പാപത്തിന്റെ, മ്ലേച്ഛതയുടെ, അശുദ്ധിയുടെ സകല വേരുകളെയും ദൈവത്തിന്റെ വചനം അഗ്നിയായി വന്ന് കത്തിച്ചാരമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. 4ാം ദിവസത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ മുറിയിലോട്ട് കിടക്കാൻ പോയി. ഒരു പാതിര സമയം, 1 മണി 2 മണി ആയിട്ടുണ്ടാവും. ഞാൻ കിടക്കുന്ന മുറിയുടെ ആ വരാന്തയിൽ ഒരു കാൽപെരുമാറ്റം കേൾക്കുക. ഞാൻ ചിന്തിച്ച്, ആരെ ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? വാതിൽ തുറന്ന് ഞാൻ പുറത്തു പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വെളിച്ചമുണ്ട്. ഈ അരണ്ട വെളിച്ചത്തില് അങ്ങ് ദൂരെ
ഒരു മനുഷ്യൻ നിൽക്കുന്നതായിട്ട് കണ്ടു. അത് ഈ സഹോദരനായിരുന്നു. അവനൊരൊറ്റ നോട്ടത്തിൽ തന്നെ എന്നെ മനസ്സിലായി. അവൻ അകലെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, പ്രിയ സഹോദര, ഡിയർ ബ്രദർ, കർത്താവ് എന്നെ തൊട്ടു, കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ വളരെയധികം സന്തോഷമുള്ളവനാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളി ജമ്പി ചാടിക്കൊണ്ടിരിക്കുക. ഐ ആം സേവ്ഡ്, ഐ ആം സേവ്ഡ്, യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ വിശുദ്ധീകരിച്ചു, യേശു എന്നെ തൊട്ടു എന്ന് പറഞ്ഞു ഇവനെങ്ങനെ തുള്ളി തുള്ളി ചാടി. അവന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യുക. അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതിനുശേഷം അവൻ അവന്റെ എക്സ്പീരിയൻസിനോട് പങ്കുവെക്കുകയായിരുന്നു. അവൻ പങ്കുവെച്ച അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ വചനം അഗ്നിയായി അവന്റെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ട് അവനത് വിശുദ്ധീകരിച്ചു. അന്ന് അവൻ എന്നോട് പറഞ്ഞു, സഹോദര, ഇനി എന്റെ ജീവിതം കർത്താവിനുള്ളതാണ്. ആ ധ്യാനത്തിന്റെ സമാപന ദിവസം അവനൊരു പരിപൂർണമായ സമർപ്പണത്തിലോട്ട് വന്നു. ഇന്ന് ബാംഗ്ലൂരിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായ സഹോദരൻ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, എന്തുമാത്രം പാപത്തിന്റെ ബന്ധനത്തിലായിരുന്നവൻ, ലോകത്തിന് അടിമത്തത്തിലായിരുന്നു. എന്നാൽ ജീവിക്കുന്ന കർത്താവിന്റെ വചനം അവന്റെ ജീവിതത്തിൽ അഗ്നിയായി കത്തിയപ്പോൾ അവൻ ശുദ്ധീകരിക്കപ്പെട്ടു. യാക്കോബ് ശ്ലീഹായിലൂടെ കർത്താവ് ഇതുതന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന സകല തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയുന്ന വചനത്തെ വിനയത്തോടെ, എളിമയോടെ, താഴ്മയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മ പറയാം. നമ്മുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കാൻ, ഇത് തന്നെ വീണ്ടും വീണ്ടും വചനത്തിലൂടെ പരിശുദ്ധാത്മ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മാക്കളെ പവിത്രീകരിക്കുവാൻ, രക്ഷിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ കർത്താവിന്റെ വചനത്തിന് കഴിയും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വചനത്തിൽ യേശു നിക്കോദേമോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഏതാ ഈ ജലം? ഈ വെള്ളം ഏതാണ്? ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനത്തിന്റെ മറ്റൊരു സവിശേഷത അത് വെള്ളമാണ്, വാട്ടർ, ജലം. നീ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കണം. വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? ക്ലീൻ ചെയ്യാൻ, കഴുകി വൃത്തിയാക്കുവാൻ, ശുദ്ധീകരിക്കാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്ടർ, വെള്ളം. വെള്ളമില്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വെള്ളമില്ലാത്തൊരവസ്ഥ നമുക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ജലത്തിന് പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ വചനത്തെ ജലത്തോട് പരിശുദ്ധാത്മാവ് ഉപമിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വചനം വെള്ളമായി, ജലമായി നമ്മുടെ ജീവിതത്തിൽ ഒഴുകപ്പെടുമ്പോൾ ലോകത്തിന്റെ എല്ലാ കറകൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാ. അതുകൊണ്ട് യേശു പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. കാരണം ഞാൻ കഴുകുമ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും, നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. ഞാൻ നിങ്ങളെ കഴുകുന്നില്ലെങ്കിൽ എന്നോടുകൂടെ നിങ്ങൾക്ക് പങ്കില്ല. ഈ മർമ്മം ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്, കർത്താവേ എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. എന്തിനാൽ കഴുകണം? വചനത്താൽ കഴുകണമേ. അങ്ങയുടെ വാക്കുകളാൽ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്താൽ കർത്താവേ എന്നെ കഴുകണമേ. അപ്പോൾ ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനായി തീരും. ഹല്ലേലൂയ. ഈ നിർമ്മലത, ഈ പരിശുദ്ധി, ഈ സ്നേഹം, ഈ കൃപ, ഈ അഭിഷേകം എത്ര പേര് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി ഏൽപ്പിക്കും. മക്കളെ, ദൈവവചനത്തിന് മുൻപിൽ താഴ്മയുള്ളവരാകുക. നമ്മൾ കൂടുതൽ കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുക. നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും വചനം വായിക്കുക. നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. മക്കളെ വചനത്തിൽ വളർത്തുവാനായിട്ട് ഒരുങ്ങുക. ദൈവവചനത്താൽ നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ തലമുറ, നമ്മുടെ ജീവിതം, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങളെല്ലാം ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ അനേകരെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് നൽകിയ ഈ നന്മകളെ കാട്ടി നന്ദി പറയാം. കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കാം.
ദൈവവചനത്തെ ആഴത്തിൽ സ്നേഹിക്കാം. നമ്മുടെ ജീവിതങ്ങളെ വചനത്തിനായിട്ട് സമർപ്പിക്കാം. ഈ ഒരു ആത്മീയ ദർശനത്തിൽ നമുക്ക് വളരാം. കർത്താവിന്റെ സാന്നിധ്യം അനുഗ്രഹമായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും കത്തി പടരട്ടെ.